Good morning. Today we are going to discuss AutoCAD, Computer Aided Drafting. Method of preparing engineering drawings by using computer software is known as Computer Aided Drafting, CAD, or otherwise known as Computer Aided Design and Drafting. Then its short form becomes CAD, CADD. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ഉണ്ടാക്കുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് ക്യാഡ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ്. ചിലപ്പോൾ ക്യാഡിനെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ഡ്രാഫ്റ്റിംഗ് എന്നും പറയാറുണ്ട്. ക്യാഡ് വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. മാപ്പിങ്ങിന് വേണ്ടി, കോണ്ടൂറിങ്ങിന് വേണ്ടി, സ്ട്രക്ചറൽ ഡിസൈനിന് വേണ്ടി, പാനൽ ഡിസൈനിന് വേണ്ടി, മോഡലിങ്ങിന് വേണ്ടിയെല്ലാം നമ്മൾ ക്യാഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വരുന്നുണ്ട്. മോർ പോപ്പുലർ ഇൻ വേരിയസ് എഞ്ചിനീയറിംഗ് ഫീൽഡ്സ്. നോക്കൂ, നമ്മളൊക്കെ സിവിൽ എഞ്ചിനീയേഴ്സാണ്. സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ കേസിൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ കേസിൽ, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ കേസിൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സിൻ്റെ കേസിൽ, ആർക്കിടെക്ചർ എഞ്ചിനീയേഴ്സിൻ്റെ കേസിൽ, ഇത്രയും ഫീൽഡിലെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഓട്ടോകാഡ്. ഇറ്റ് ഈസ് ഈസിയർ ടു ലേൺ ആൻഡ് നോ പ്രീവിയസ് കമ്പ്യൂട്ടർ എക്സ്പീരിയൻസ് ഈസ് നീഡഡ്. പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ക്യാഡ്. വെരി യൂസർ ഫ്രണ്ട്ലി ആൻഡ് ഈസി ടു ഫോളോ ദി കമാൻഡ്സ് പ്രോംപ്റ്റഡ്. യൂസർ ഫ്രണ്ട്ലി ആണ്, അതുപോലെ ഓട്ടോകാഡിൻ്റെ കമാൻഡ്സ് ഒക്കെ ഫോളോ ചെയ്തു പോകാൻ വളരെയധികം ഈസിയാണ്. ഓക്കെ, next we have to look what are the important applications of CAD. CAD സോഫ്റ്റ്വെയറിൻ്റെ അപ്ലിക്കേഷൻസ് ഏതെല്ലാമെന്ന് നോക്കാം. പ്രിപ്പയറിംഗ് ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ്, ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് മോഡലിംഗ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഇൻസ്പെക്ഷൻ, മാപ്പിംഗ്, ബിൽഡിംഗ് ഡ്രോയിങ്, പൈപ്പിംഗ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിസൈന്, ടൂൾ ആൻഡ് ഫിക്ചർ ഡിസൈൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിംഗ്, CAM എന്ന് പറയും, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, പ്രിപ്പറേഷൻ ഓഫ് അസംബ്ലി ലിസ്റ്റ് ആൻഡ് ബിൽ ഓഫ് മെറ്റീരിയൽസ്, സർക്യൂട്ട് ലേഔട്ട് ആൻഡ് പാനൽ ഡിസൈന്. നോക്കൂ, ക്യാഡിൻ്റെ ഈ ആപ്ലിക്കേഷനിൽ വ്യത്യസ്ത എഞ്ചിനീയറിംഗ് ഫീൽഡ് ഇൻവോൾവ് ചെയ്തതായിട്ട് കാണാം. ബിൽഡിംഗ് ഡ്രോയിങ് സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ടൂൾ ആൻഡ് ഫിക്ചർ ഡിസൈന് ഓട്ടോമൊബൈലുകാരുടെ ഒരു ആപ്ലിക്കേഷനാണ്. പൈപ്പിംഗ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിസൈന് ഓട്ടോമൊബൈൽക്കാരുടെ അല്ലെങ്കിൽ മെക്കാനിക്കൽക്കാരുടെ ഒരു ആപ്ലിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇലക്ട്രോണിക്സ്കാരുടെ ഒരു ആപ്ലിക്കേഷനാണ്. സർക്യൂട്ട് ലേഔട്ട് ആൻഡ് പാനൽ ഡിസൈന് അത് ഇലക്ട്രിക്കൽക്കാരുടെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് CAD സോഫ്റ്റ്വെയർസ് ഓർ CAD പാക്കേജസ്? ഏതൊക്കെയാണ് വ്യത്യസ്ത CAD സോഫ്റ്റ്വെയറുകൾ? വ്യത്യസ്ത തരത്തിലുള്ള CAD സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. അവയെ നമ്മൾ CAD പാക്കേജസ് എന്നും വിളിക്കാറുണ്ട്. ദോസ് ആർ ഓട്ടോകാഡ്, ഇലക്ട്രിക്കൽ CAD, 3ds Max, സ്റ്റാഡ്, പ്രോ എഞ്ചിനീയർ, ഐഡിയാസ്, മെക്കാനിക്കൽ ഡെസ്ക് ടോപ്പ്. ഓക്കെ, ഇതിൽ ഓരോ CAD സോഫ്റ്റ്വെയറിൻ്റെയും ഇൻറ്റൻഷൻ വ്യത്യസ്തമാണ്. നോക്കൂ, 3ds Max എന്നൊക്കെ പറഞ്ഞാൽ 3D മോഡലിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റാഡ് മെയിനായിട്ടും നമുക്ക് ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഒരു ബിൽഡിങ്ങിൽ വരുന്ന ലോഡ്, അതിൽ വരുന്ന ഡിഫ്ലക്ഷന്, മൊമെൻറ്റ് തുടങ്ങിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ഇലക്ട്രിക്കൽ CAD ഇലക്ട്രിക്കൽക്കാരാണ് ഉപയോഗിക്കുന്നത്. മെക്കാനിക്കൽ ഡെസ്ക് ടോപ്പ് മെക്കാനിക്കൽക്കാരാണ് ഉപയോഗിക്കുന്നത്. സോ ഇവയൊക്കെ CADൻ്റെ വ്യത്യസ്ത പാക്കേജുകളാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ? ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണല്ലോ CAD. അതുകൊണ്ട് തന്നെ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ വ്യത്യസ്ത കമ്പോണൻറ്റ് പാർട്ടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ദോസ് ആർ CPU, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്സ്, ഓക്സിലറി മെമ്മറി. CPU-ൽ നമുക്ക് 3 കമ്പോണൻസ് വരുന്നുണ്ട്. CPU എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. നിങ്ങൾക്കറിയാലോ കമ്പ്യൂട്ടറിൻ്റെ CPU. അതിൽ വരുന്ന 3 വ്യത്യസ്ത യൂണിറ്റുകളാണ് ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ഫസ്റ്റ് വണ്. പിന്നെ ഒരു കൺട്രോൾ യൂണിറ്റും ഉണ്ടായിരിക്കും, ഒരു മെമ്മറി യൂണിറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്
വാട്ട് ആർ ദി ഇൻപുട്ട് ഡിവൈസസ് ഓഫ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ? ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഡിവൈസസ് എന്തെല്ലാമാണ്? എന്താണ് ഇൻപുട്ട് ഡിവൈസസ്? ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടിയും കമ്പ്യൂട്ടറിലോട്ട് പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസസ്. അതിനുള്ള എക്സാമ്പിളാണ് കീബോർഡ്, മൗസ്, ടച്ച് സ്ക്രീന്, ടച്ച് പാഡ്, ജോയ്സ്റ്റിക്ക്, സ്കാനർ, ഡിജിറ്റൈസർ, വെബ് ക്യാമറ ഇവയൊക്കെ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദി ഔട്ട്പുട്ട് ഡിവൈസസ് ഓഫ് എ കമ്പ്യൂട്ടർ? ഒരു കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസസ് എന്തെല്ലാമാണ്? ഔട്ട്പുട്ട് ഡിവൈസസ് ആർ യൂസ്ഡ് ടു റെക്കോർഡ് ദി ഔട്ട്പുട്ട് ഫ്രം എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് ഔട്ട്പുട്ട് ഡിവൈസസ്. കോമൺ ഔട്ട്പുട്ട് ഡിവൈസസ് ആർ മോണിറ്റേഴ്സ്, പ്രിന്റേഴ്സ്, പ്ലോട്ടേഴ്സ് ആൻഡ് പ്രൊജക്ടേഴ്സ്. കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമ്മളൊരു ഗൂഗിൾ ക്രോമിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കണ്ടന്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ആയി നമുക്ക് കിട്ടുന്നത് മോണിറ്റർ വഴിയാണ്. സോ ദാറ്റ് ഈസ് ദി ഔട്ട്പുട്ട് ഡിവൈസ്. നെക്സ്റ്റ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് ഓർ I/O. എന്താണ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, certain devices are used for both input and output operations. They are called input or output devices. ചില ഡിവൈസസ് ഇൻപുട്ട് ഓപ്പറേഷനും ഔട്ട്പുട്ട് ഓപ്പറേഷനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഡിവൈസസിനെ പറയുന്ന പേരാണ് I/O ഓർ IO ഡിവൈസസ്. ഓക്കെ, എക്സാമ്പിളാണ് ഡിസ്ക് ഡ്രൈവുകൾ, അതുപോലെ മോഡം. ഡിസ്ക് ഡ്രൈവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അറിയുമായിരിക്കും, നമുക്ക് CD റൈറ്റ് ചെയ്യുകയും റീഡ് ചെയ്യുകയും ഒക്കെ വേണ്ടി വരും അല്ലേ? ഫ്ലോപ്പി ഡിസ്ക്, CDs, കോമ്പാക്ട് ഡിസ്ക്, അതുപോലെ DVDs ഒക്കെ. ഓക്കെ, സോ ദീസ് ആർ ഡിസ്ക് ഡ്രൈവ്സ്. ഇനി എന്താണ് മോഡം? പ്രധാനമായിട്ട് യൂസ് ചെയ്ത് വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ടെലഫോൺ ലൈൻസ് ഇൻ്റർനെറ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി കണക്ട് ചെയ്യുന്നതിനാണ്. ഓക്കെ, നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടാകും ടെലഫോൺ ലൈൻസ് വഴി ഇൻ്റർനെറ്റ് എടുക്കുക, മോഡം യൂസ് ചെയ്തിട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ എ സോഫ്റ്റ്വെയർ? എന്താണ് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഫ്റ്റ്വെയർസ് ആർ ദി പ്രോഗ്രാംസ് ഓർ ഇൻസ്ട്രക്ഷൻസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ദി ഫങ്ഷനിങ് ഓഫ് ദി കമ്പ്യൂട്ടർ ആസ് വെൽ ആസ് ഫോർ പ്രോസസ്സിംഗ് ഡാറ്റ ആൻഡ് സോൾവിംഗ് പ്രോബ്ലംസ്. കമ്പ്യൂട്ടർ ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങളെ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ തന്നെയാണ് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിനും അതുപോലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്നത്. വി ക്യാൻ ക്ലാസിഫൈ സോഫ്റ്റ്വെയർ ആസ് ടു: സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. രണ്ട് തരം സോഫ്റ്റ്വെയറുകളാണുള്ളത്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സോ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് CAD എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. അതിൻ്റെ കറക്റ്റ് നെയിം AutoCAD. സോ AutoCAD എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. യു എസ് എയിലെ കാലിഫോർണിയയിൽ സോസ്ലിറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഓട്ടോഡെസ്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 1982 ഡിസംബറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് AutoCAD. സോഫ്റ്റ്വെയറിൽ സ്വാഭാവികമായിട്ടും വർഷങ്ങൾ കഴിയുന്തോറും അപ്ഡേറ്റ്സ് വരും അല്ലേ? സോ എല്ലാ AutoCAD ഡ്രോയിങ്സും പിന്നീട് വരുന്ന ഏത് വേർഷനിലും നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. അതായത് ഓൾഡ് വേർഷനിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട AutoCAD ഡ്രോയിങ്സ് എല്ലാം ന്യൂ വേർഷനിലും നമുക്ക് റീഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, AutoCAD ഈസ് ആക്സെപ്റ്റഡ് ബൈ എവരി വൺ. എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് AutoCAD. നമ്മുടെ എഞ്ചിനീയറിംഗിൽ തന്നെ വ്യത്യസ്ത ബ്രാഞ്ചുകാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് AutoCAD കമാൻഡ്സ്. AutoCAD കമാൻഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. രണ്ട് തരം AutoCAD കമാൻഡ്സ് ആണ് വരുന്നത്. ദോസ് ആർ ഡ്രോയിങ് കമാൻഡ്സ് ആൻഡ് മോഡിഫൈയിങ് കമാൻഡ്സ്. സോ ഫസ്റ്റ് വി ക്യാൻ ലുക്ക് അബൌട്ട് ഡ്രോയിങ് കമാൻഡ്സ്. ഡ്രോയിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഡ്രോയിങ് കമാൻഡാണ് ലൈന്.
ലൈൻ ഈസ് യൂസ്ഡ് ടു ഡ്രോ എ സ്ട്രൈറ്റ് ലൈൻ ഓർ സീരീസ് ഓഫ് ലൈൻ സെഗ്മെൻറ്റ്സ്. ലൈൻ ഒരു സ്ട്രൈറ്റ് ലൈന് അല്ലെങ്കിൽ ലൈൻ സെഗ്മെൻറ്റുകളുടെ സീരീസ് ഒക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ലൈൻ വരയ്ക്കുന്നതിനുള്ള കമാൻഡ് നോക്കാം. സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് ആൻഡ് ദെൻ സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ്. ലൈൻ എന്ന് പറയുമ്പോൾ 2 പോയിന്റെങ്കിലും വേണ്ടേ. അപ്പോൾ ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡ് എന്ന് പറയുമ്പോൾ സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ്, ആദ്യം ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക, ദെൻ നെക്സ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റും സ്പെസിഫൈ ചെയ്യുക. ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. 4 കോർഡിനേറ്റ് ഓപ്ഷൻസ് എന്ന് പറയാം. അബ്സല്യൂട്ട് കോർഡിനേറ്റ് ഓപ്ഷന്, റിലേറ്റീവ് കോർഡിനേറ്റ് ഓപ്ഷന്, പോളാർ കോർഡിനേറ്റ് ഓപ്ഷന്, ഡയറക്റ്റ് ഡിസ്റ്റൻസ് എൻട്രി ഓപ്ഷന്. അപ്പോൾ ഈ 4 മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഓട്ടോ ക്യാഡിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ലൈന് വരയ്ക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡ്രോയിങ് കമാൻഡാണ് സർക്കിൾ. സർക്കിൾ എന്നുള്ള കമാൻഡ് സർക്കിൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സർക്കിളിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് സ്പെസിഫൈ സെൻറ്റർ പോയിന്റ് ഫോർ സർക്കിൾ. സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക, പിന്നീട് സർക്കിളിൻ്റെ റേഡിയസും സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, സർക്കിൾ വരയ്ക്കാൻ നമുക്ക് പ്രധാനമായിട്ടും 6 രീതിയിൽ അവൈലബിൾ ആണ്. ഒന്നിപ്പോൾ പറഞ്ഞു, സെൻറ്ററും റേഡിയസും. രണ്ടാമത്തെ ഓപ്ഷന് സെൻറ്ററും ഡയാമീറ്ററും കൊടുക്കുക. മൂന്നാമത്തെ ഓപ്ഷന് സർക്കിളിൻ്റെ ഏതെങ്കിലും 2 പോയിൻറ്റ്സ്, ഇതിനെ 2 പോയിൻ്റ് ഓപ്ഷൻ എന്ന് പറയും. അതിനെ സിമ്പിളായിട്ട് നമുക്ക് 2P എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. നാലാമത്തെ ഓപ്ഷന് 3 പോയിൻ്റ് ഓപ്ഷനാണ്, അതായത് സർക്കിളിൻ്റെ 3 പോയിൻറ്റ്സ്. ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് 3P എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അടുത്തതായിട്ട് 5ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ടാൻജൻറ്റും 1 റേഡിയസും കൊടുക്കുക. ഇതിനെ TTR എന്ന് റെപ്രസെൻ്റ് ചെയ്യും. 6ാമത്തെ ഓപ്ഷന് 3 ടാൻജൻറ്റ് വെച്ചിട്ട് നമുക്ക് സർക്കിൾ വരയ്ക്കാൻ കഴിയും. ഇതിനെ TTT എന്നും പറയും. നോക്കൂ, ഈ ഫിഗറിലെ ഫസ്റ്റ് 1 കാണിച്ചിട്ടുള്ളത് സെൻറ്ററും റേഡിയസും വെച്ചിട്ട് സർക്കിൾ വരയ്ക്കുന്നതാണ്. സെക്കൻഡ് 1 കാണിച്ചിട്ടുള്ളത് സെൻറ്ററും ഡയമീറ്ററും കൊടുത്തിട്ട് സർക്കിൾ വരയ്ക്കുന്നതാണ്. തേർഡ് കാണിച്ചിട്ടുള്ളത് സർക്കിളിലെ 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, ഈ 2 പോയിൻറ്റ്സ് വെച്ചിട്ട് സർക്കിൾ വരയ്ക്കുന്നതാണ്. 4ാമത്തെ ഫിഗർ കാണിച്ചിട്ടുള്ളത് സർക്കിളിലെ 3 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, ഈ 3 പോയിൻറ്റ്സ് വെച്ചിട്ട് സർക്കിൾ വരയ്ക്കുന്നതാണ്. 5ാമത്തെ ഫിഗർ കാണിച്ചിട്ടുള്ളത് 2 ടാൻജൻറ്റും റേഡിയസും തന്നിട്ട് സർക്കിൾ വരയ്ക്കുന്നതാണ്. 6ാമത്തെ ഓപ്ഷൻ കാണിച്ചിട്ടുള്ളത് 3 ടാൻജൻറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സർക്കിൾ വരയ്ക്കാം എന്നുള്ളത്. അതായത് 3 ടാൻജൻറ്റിനെയും പാസ് ചെയ്തിട്ടാണ് ഈ സർക്കിൾ കടന്നു പോകേണ്ടത്. ഓക്കെ, അടുത്ത ഡ്രോയിങ് കമാൻഡാണ് ആർക്ക്. ആർക്ക് ഈസ് യൂസ്ഡ് ടു ഡ്രോ ആൻ ആർക്ക്. ആർക്ക് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആർക്ക് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ആർക്കിൻ്റെ കമാൻഡ് നോക്കാം. സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് ഓഫ് ആർക്ക്. ആർക്കിൻ്റെ ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സ്പെസിഫൈ സെൻറ്റർ പോയിന്റ് ഓഫ് ആർക്ക്. ആർക്കിൻ്റെ സെൻറ്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ആൻഡ് സ്പെസിഫൈ എൻഡ് പോയിന്റ് ഓഫ് ആർക്ക്. ആർക്കിൻ്റെ എൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. എന്നാലാണ് നമുക്ക് ആർക്ക് ലെങ്ത് എത്ര വരെ ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാകുകയുള്ളൂ. ഓക്കെ, ആർക്ക് നമുക്ക് 11 രീതിയിൽ വരയ്ക്കാൻ കഴിയും. അതിലുള്ള 7 രീതികളാണ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളത്. 3 പോയിന്റ് ഓപ്ഷൻ ഉപയോഗിച്ച് വരയ്ക്കാം. സ്റ്റാർട്ട് പോയിന്റും സെൻറ്റർ പോയിന്റും എൻഡ് പോയിന്റും കിട്ടിയാൽ വരയ്ക്കാം. സ്റ്റാർട്ട് പോയിന്റും സെൻറ്റർ പോയിന്റും ഒരു ആംഗിളും കിട്ടിയാൽ വരയ്ക്കാം. സ്റ്റാർട്ട് പോയിന്റും സെൻറ്റർ പോയിന്റും ഈ ആർക്കിൻ്റെ ലെങ്ത്തും കിട്ടിയാൽ വരയ്ക്കാം. സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ വരയ്ക്കാം. സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ഈ ഒരു ആർക്ക് പോകുന്ന ഡയറക്ഷനും കിട്ടിക്കഴിഞ്ഞാൽ വരയ്ക്കാം. സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ഈ ഒരു ആർക്കിൻ്റെ റേഡിയസും കിട്ടിക്കഴിഞ്ഞാൽ വരയ്ക്കാം. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു 4 ഓപ്ഷന് ഓർത്തു വെക്കുക. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അതിൽ കുറച്ച് രീതിയിൽ ആർക്ക് വരയ്ക്കുന്ന ഫിഗേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. 3 പോയിന്റ് ഓപ്ഷന് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് പോയിന്റും സെൻറ്റർ പോയിന്റും എൻഡ് പോയിന്റും കൊടുത്തിട്ട് വരയ്ക്കുന്ന രീതി കാണിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് പോയിന്റും സെൻറ്റർ പോയിന്റും ഒരു ആംഗിളും തന്നാൽ എങ്ങനെ വരയ്ക്കാമെന്ന് കാണിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും റേഡിയസും തന്നാൽ എങ്ങനെ വരയ്ക്കാമെന്ന് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഡ്രോയിങ് കമാൻഡ് ഈസ് പോളിഗൺ. അടുത്ത ഡ്രോയിങ് കമാൻഡാണ് പോളിഗണ്. പോളിഗണ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോളിഗൺ കമാൻഡ് ഉപയോഗിക്കുന്നത്. പോളിഗണിൻ്റെ കമാൻഡ് നോക്കാം. എൻ്റർ നമ്പർ ഓഫ് സൈഡ്സ്. പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എൻ്റർ ചെയ്യുക. പോളിഗണിൻ്റെ സെൻറ്റർ സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇൻസ്ക്രൈബ്ഡ് ആണോ സർക്കംസ്ക്രൈബ്ഡ് ആണോ.
ഓക്കെ, ഒരു പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡിൽ കൂടുതലുള്ള രൂപത്തെയാണ് നമ്മൾ പോളിഗൺ എന്ന് പറയുന്നത്. അതായത് ട്രയാങ്കിൾ ഒരു പോളിഗണാണ്, ക്വാഡ്രിലാറ്ററൽ 4 സൈഡുള്ളത്, അതായത് റെക്ടാങ്കിളും സ്ക്വയറും, പിന്നെ 5 സൈഡുള്ളത് പെൻറ്റഗണ്, 6 സൈഡുള്ളത് ഹെക്സഗണ്, 7 സൈഡുള്ളത് ഹെപ്റ്റഗണ്, 8 സൈഡുള്ളത് ഒക്ടഗണ്, 9 സൈഡുള്ളത് നന്നഗണ്, 10 സൈഡുള്ളത് ഡെക്കഗണ്. ഇതൊക്കെ പോളിഗണാണ്. അപ്പോൾ ഓരോ പോളിഗണിൻ്റെയും നമ്പർ ഓഫ് സൈഡ്സ് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. പോളിഗണിൻ്റെ സെൻറ്ററും നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻസ്ക്രൈബ് ചെയ്തിട്ടും വരയ്ക്കാം, പോളിഗണിനെ നമുക്ക് സർക്കംസ്ക്രൈബ് ചെയ്തിട്ടും വരയ്ക്കാം. പോളിഗണ് സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇൻസ്ക്രൈബ്ഡ് പോളിഗൺ എന്ന് പറയും. പോളിഗണ് സർക്കിളിൻ്റെ പുറത്താണെങ്കിൽ സർക്കംസ്ക്രൈബ്ഡ് പോളിഗൺ എന്ന് പറയും. ഓക്കെ, പോളിഗണ് നമുക്ക് 3 രീതിയിലാണ് വരയ്ക്കാൻ കഴിയുക. നമ്പർ ഓഫ് സൈഡ്സും സെൻറ്റർ ഓഫ് പോളിഗണും ഇൻസ്ക്രൈബ്ഡ് ആയിട്ടും, അപ്പോൾ അവിടെ റേഡിയസ് ഓഫ് സർക്കിളും തന്നിട്ടുണ്ടാകും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് തരണം, പോളിഗണിൻ്റെ സെൻറ്ററും തരണം, കൂടാതെ സർക്കിള് സർക്കംസ്ക്രൈബ്ഡ് ആണെന്ന് പറയുന്നുണ്ട്, ഈ സർക്കിളിൻ്റെ റേഡിയസും തരണം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് തരണം, അതുപോലെ ഒരു സൈഡ്, അതാണ് എഡ്ജ് ഓഫ് പോളിഗൺ, ആ സൈഡ് ലെങ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോളിഗൺ വരയ്ക്കാം. മൂന്നാമത്തെ ഓപ്ഷനിൽ നമ്മൾ സർക്കിൾ വരച്ചിട്ടല്ല പോളിഗൺ വരയ്ക്കുന്നത്. സോ കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട് പോളിഗൺ വരയ്ക്കുന്നത്, അതൊന്ന് നോക്കൂ. ഫസ്റ്റത്തത് ഇൻസ്ക്രൈബ്ഡ് പെൻറ്റഗൺ ആണ്, അതായത് സർക്കിളിൻ്റെ ഉള്ളിൽ പെൻറ്റഗൺ വരച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ഇൻസ്ക്രൈബ്ഡ് ഹെക്സഗൺ ആണ്, അതായത് സർക്കിളിൻ്റെ ഉള്ളിൽ ഹെക്സഗൺ വരച്ചിട്ടുണ്ട്. മൂന്നാമത്തത് സർക്കംസ്ക്രൈബ്ഡ് ഹെപ്റ്റഗൺ ആണ്, അതായത് സർക്കിളിൻ്റെ പുറത്ത് ഹെപ്റ്റഗൺ വരച്ചിട്ടുണ്ട്. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സൈഡ്സും തന്നിട്ടുണ്ട്, പോളിഗണിൻ്റെ ഒരു സൈഡും തന്നിട്ടുണ്ട്, അതാണ് എഡ്ജ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡ്രോയിങ് കമാൻഡ് ഈസ് എലിപ്സ്. എലിപ്സ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഡ്രോ ആൻ എലിപ്സ്. ഒരു എലിപ്സ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എലിപ്സ് കമാൻഡ് ഉപയോഗിക്കുന്നത്. എലിപ്സിൻ്റെ കമാൻഡ് നോക്കാം. സ്പെസിഫൈ ആക്സിസ് എൻഡ് പോയിന്റ് ഓഫ് എലിപ്സ്. എലിപ്സ് നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ എലിപ്സിൻ്റെ ആക്സിസിൻ്റെ എൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക, കൂടാതെ എലിപ്സിൻ്റെ സെൻറ്ററും സ്പെസിഫൈ ചെയ്യുക. ഓരോ ഡ്രോയിങ് കമാൻഡിൻ്റെയും കമാൻഡ് എന്താണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കണം. നെക്സ്റ്റ് ഡ്രോയിങ് കമാൻഡാണ് പോയിൻ്റ്, ടെക്സ്റ്റ്, ഹാച്ച്. പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു റെഫറൻസ് പോയിൻ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കമാൻഡ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ പോയിൻ്റ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ എൻറ്ററിങ് റിലേറ്റഡ് ഡീറ്റെയിൽസ് ഓൺ എ ഡ്രോയിങ്. ഒരു ഡ്രോയിങ്ങിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസ് എഴുതി വെക്കേണ്ടതായിട്ട് വരും, അതിന് വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. ഹാച്ച്, ഫില്ലിംഗ് ഓഫ് എ സ്പെസിഫൈഡ് ആൻഡ് എൻക്ലോസ്ഡ് ഏരിയ ഓഫ് എ ഡ്രോയിങ് വിത്ത് എ പ്രീ ഡിഫൈൻഡ് ഓർ യൂസർ ഡിഫൈൻഡ് പാറ്റേൺ. നിങ്ങൾ ഡ്രോയിങ് ശ്രദ്ധിച്ച് കണ്ടാൽ അറിയാം, ചില പോർഷൻസ് ഒരു ഹാച്ചിങ് ഉപയോഗിച്ചിട്ട്, അതായത് ഒരു ഡിസൈൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാച്ച് യൂസ് ചെയ്യുന്നത്. ആ ഒരു പോർഷന് ഇന്ന ഭാഗത്തെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡ്രോയിങ്ങിലൊക്കെ വുഡൻ പീസസ് നമ്മൾ ഒരു സർട്ടൈൻ ഡിസൈനിലാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഡിസൈൻ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അവിടുത്തെ മെറ്റീരിയൽ വുഡാണെന്ന്. ഓക്കെ, നെക്സ്റ്റ് 2 ഡ്രോയിങ് കമാൻഡ്സ് ആർ layers ആൻഡ് ലൈൻ ടൈപ്സ്. ലൈൻ ടൈപ്പ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദി ടൈപ്പ് ഓഫ് ലൈൻ സച്ച് ആസ് ഡോട്ടഡ് ഓർ ഡാഷ്ഡ്. ലൈനിൻ്റെ ടൈപ്പ് ഏതാണെന്ന്, ഡോട്ടഡ് ലൈനാണോ ഡാഷ്ഡ് ലൈനാണോ എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ലൈൻ ടൈപ്പ് കമാൻഡ് ഉപയോഗിക്കുന്നത്. ലൈൻ ടൈപ്പ് കമാൻഡ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഫോർമാറ്റ്, മെനു ബാറിൽ ഫോർമാറ്റ് ഉണ്ടായിരിക്കും. ഈ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പുൾ ഡൗൺ മെനുവിൽ ലൈൻ ടൈപ്പ് ഉണ്ടായിരിക്കും, അതിൽ നിന്ന് ലൈൻ ടൈപ്പ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡയലോഗ് ബോക്സ് വരും. ലൈൻ ടൈപ്പ് മാനേജർ എന്ന് പറയുന്ന ഡയലോഗ് ബോക്സ് വരും. അത് യൂസ് ചെയ്ത് നമുക്ക് ലൈൻ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷനാണ് ലെയർ. ലെയേഴ്സ് ആർ ദി ഓവർലേസ് യൂസ്ഡ് ടു അസൈൻ ഡിഫറെൻറ്റ് നെയിംസ്, കളേഴ്സ് ആൻഡ് ലൈൻ ടൈപ്സ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ഡ്രോയിങ്. ഒരു ഡ്രോയിങ്ങിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിന് വ്യത്യസ്ത പേരുകൾ, കളറുകൾ, ലൈൻ ടൈപ്പുകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ലെയേഴ്സ് ഉപയോഗിക്കുന്നത്. മെനു ബാറിൽ ഫോർമാറ്റ് എടുക്കുക,
പുൾ ഡൗൺ മെനുന്ന് ലെയർ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. ലെയർ പ്രോപ്പർട്ടീസ് മാനേജർ എന്നുള്ള ഒരു ഡയലോഗ് ബോക്സ് വരും. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് മോഡിഫയിങ് കമാൻഡ്സ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡിഫയിങ് കമാൻഡ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് 3 മോഡിഫയിങ് കമാൻഡ്സ് ആണ് പ്രോപ്പർട്ടീസ്, ഇറേസ്, കോപ്പി. പ്രോപ്പർട്ടീസ് യൂസ്ഡ് ടു ചേഞ്ച് ദി പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്റ്റ് ലൈക്ക് ലെയർ, കളർ, ലൈൻ ടൈപ്പ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൻ്റെ വ്യത്യസ്ത പ്രോപ്പർട്ടികൾ നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ലെയർ, കളർ, ലൈൻ ടൈപ്പ് ഒക്കെ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെനു ബാറിൽ നിന്ന് മോഡിഫൈ എടുക്കുക. പുൾ ഡൗൺ മെനുവിൽ നിന്ന് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. ഈ ഡയലോഗ് ബോക്സിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇറേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡ്രോയിങ്ങിൻ്റെ സെലക്റ്റഡ് പോർഷന് നമുക്ക് റിമൂവ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഇറേസ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് ഇറേസ് ഓർ ഇ, ക്യാപിറ്റൽ ലെറ്റർ ഇറേസ് ഓർ ഇ. നെക്സ്റ്റ് മോഡിഫയിങ് കമാൻഡാണ് കോപ്പി. കോപ്പി എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് ഒബ്ജക്റ്റിൻ്റെ ഒന്നോ അതിലധികമോ കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോപ്പി കമാൻഡ് ഉപയോഗിക്കുന്നത്. കമാൻഡ് പറയുന്നത് കോപ്പി ഓർ CO ഓർ CP. ഓക്കെ, നെക്സ്റ്റ് 3 മോഡിഫയിങ് കമാൻഡ്സ് ആണ് മിറർ, ഓഫ്സെറ്റ്, അറേ. മിറർ ഒരു ഒബ്ജക്റ്റിൻ്റെ മിറർ ഇമേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മിറർ ഉപയോഗിക്കുന്നത്. കമാൻഡ് മിറർ ഓർ MI. ഓഫ്സെറ്റ് സെലക്റ്റഡ് ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിൽ ന്യൂ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓഫ്സെറ്റ് ഉപയോഗിക്കുന്നത്. കമാൻഡ് ഓഫ്സെറ്റ് ഓർ O, ക്യാപിറ്റൽ ലെറ്റർ ആണെന്നുള്ളത് ഓർക്കുക, O. അറേ യൂസ്ഡ് ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ റെക്ടാങ്കുലാർ ഓർ സർക്കുലാർ പാറ്റേൺ. ഒരു റെക്ടാങ്കുലാർ പാറ്റേണിൽ അല്ലെങ്കിൽ സർക്കുലാർ പാറ്റേണിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അറേ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് 3 മോഡിഫയിങ് കമാൻഡ്സ് ആർ മൂവ്, റൊട്ടേറ്റ് ആൻഡ് സ്കെയിൽ. മൂവ് യൂസ്ഡ് ടു മൂവ് ആൻ ഒബ്ജക്റ്റ് ഫ്രം എ പൊസിഷൻ ടു എനി റിക്വയർഡ് പൊസിഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ സൈസ്. ഒരു ഒബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഒബ്ജക്റ്റ് ആ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു ആവശ്യമായിട്ടുള്ള പൊസിഷനിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈസിലൊന്നും ചേഞ്ച് വരാൻ പാടില്ല. കമാൻഡ് പറയുന്നത് മൂവ് ഓർ M. റൊട്ടേറ്റ് യൂസ്ഡ് ടു റൊട്ടേറ്റ് ആൻ ഒബ്ജക്റ്റ് ത്രൂ എനി സ്പെസിഫൈഡ് ആംഗിൾ എബൌട്ട് ഇറ്റ്സ് ബേസ്. ഒരു ഒബ്ജക്റ്റിനെ ഒരു ബേസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിലൂടെ, അതായത് സ്പെസിഫൈഡ് ആയിട്ടുള്ള ആംഗിളിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് റൊട്ടേറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. കമാൻഡ് റൊട്ടേറ്റ് ഓർ RO. സ്കെയിൽ യൂസ്ഡ് ടു ചേഞ്ച് ദി സൈസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അക്കോർഡിംഗ് ടു സ്കെയിൽ ഫാക്ടർ. സ്കെയിൽ ഫാക്ടർ അനുസരിച്ച് നമുക്ക് റെഡ്യൂസിങ് സ്കെയിലുണ്ട്, എൻലാർജിങ് സ്കെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്കെയിൽ ഫാക്ടർ അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്കെയിൽ മോഡിഫയിങ് കമാൻഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കമാൻഡ് എന്ന് പറയുന്നത് സ്കെയിൽ ഓർ SC. നെക്സ്റ്റ് 3 മോഡിഫയിങ് കമാൻഡ്സ് ആർ ട്രിം, എക്സ്റ്റെൻഡ് ആൻഡ് ബ്രേക്ക്. ട്രിം യൂസ്ഡ് ടു കട്ട് ഓഫ് എനി പാർട്ട് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു പോർഷന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കളയുന്നതിന് വേണ്ടിയാണ് ട്രിം ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. കമാൻഡ് ട്രിം ഓർ TR. എക്സ്റ്റെൻഡ് യൂസ്ഡ് ടു എക്സ്റ്റെൻഡ് ആൻ ഒബ്ജക്റ്റ് അപ് ടു ദി സ്പെസിഫൈഡ് ലിമിറ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എക്സ്റ്റെൻഡ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. കമാൻഡ് എക്സ്റ്റെൻഡ് ഓർ EX. ബ്രേക്ക് യൂസ്ഡ് ടു ഇറേസ് പാർട്സ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. 2 പോയിൻറ്റ്സുകൾക്കിടയിലുള്ള ഒബ്ജക്റ്റ് പാർട്സിനെ ഇറേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. കമാൻഡ് ബ്രേക്ക് ഓർ BR. നെക്സ്റ്റ് 2 മോഡിഫയിങ് കമാൻഡ്സ് ആർ ചാംഫർ ആൻഡ് ഫില്ലറ്റ്. ചാംഫർ യൂസ്ഡ് ടു ജോയിൻ 2 നോൺ പാരലൽ ലൈൻസ് ബൈ ഡ്രോയിങ് എ ബെവൽഡ് ലൈൻ അറ്റ് എ ഡിസ്റ്റൻസ്. 2 നോൺ പാരലൽ ലൈൻസ് ജോയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചാംഫർ ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു വിൻഡോ അല്ലെങ്കിൽ ഒരു ഡോറ്, അപ്പോൾ അതിൻ്റെ ഒരു വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും ഒക്കെ ജോയിൻ ചെയ്യിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് 2 നോൺ പാരലൽ ലൈൻസ് ജോയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചാംഫർ എന്നുള്ള കമാൻഡ് ഉപയോഗിക്കാം. ചാംഫർ ഓർ CHA എന്നാണ് കമാൻഡ് വരുന്നത്.
fillet used to join two non-parallel lines, a line and an arc, circles, polylines with an arc of specified radius. നോക്കൂ, ഒരു വിൻഡോ അല്ലെങ്കിൽ ഒരു ഡോറ്. ഇപ്പോൾ ഇവയുടെ നോൺ പാരലൽ ലൈൻസ്, അതായത് കോർണറിൻ്റെ കേസാണ് പറയുന്നത്. ഇവിടെ നമുക്ക് നോൺ പാരലൽ ലൈൻസ് ആർക്ക് രൂപത്തിലൊക്കെ ജോയിൻ ചെയ്യിക്കേണ്ടതായിട്ട് വരും. സോ അതിന് വേണ്ടിയിട്ടാണ് ഫില്ലറ്റ് ഉപയോഗിക്കുന്നത്. ഈ ഫില്ലറ്റിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് ഫില്ലറ്റ് ഓർ എഫ് ആണ്. ഫില്ലറ്റ് എന്ന് പറയുമ്പോൾ ആർക്ക് അല്ലെങ്കിൽ സർക്കുലാർ രൂപത്തിലാണ് ജോയിൻ ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ സർക്കുലാർ രൂപത്തിൽ അല്ലെങ്കിൽ ആർക്ക് രൂപത്തിൽ ജോയിൻ ചെയ്യിക്കുമ്പോൾ അവിടെ ഒരു സ്പെസിഫൈഡ് റേഡിയസ് ഉണ്ടായിരിക്കും. ഓക്കെ, ലാസ്റ്റ് ടു മോഡിഫൈങ് കമാൻഡ്സ് ആർ സ്ട്രെച്ച് ആൻഡ് എക്സ്പ്ലോഡ്. സ്ട്രെച്ച് യൂസ്ഡ് ടു ലെങ്തൻ ഓർ ഷോർട്ടൻ ദി ലൈൻസ് ഓർ ഒബ്ജക്റ്റ്. നമ്മൾ സെലക്ട് ചെയ്ത ലൈന് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ലെങ്തൻ ചെയ്യുന്നതിന്, നീളം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോർട്ടൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ലെങ്ത് കുറക്കുന്നതിന് വേണ്ടിയാണ് സ്ട്രെച്ച് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. കമാൻഡ് പറയുന്നത് സ്ട്രെച്ച് ഓർ എസ്. എക്സ്പ്ലോഡ് യൂസ്ഡ് ടു സ്പ്ലിറ്റ് കോമ്പൗണ്ട് ഒബ്ജക്റ്റ് ലൈക്ക് പോളി, ലൈന്, ബ്ലോക്ക് എക്സെട്ര. ഏതെങ്കിലും കോമ്പൗണ്ട് ഒബ്ജക്റ്റുകളെ നമുക്ക് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എക്സ്പ്ലോഡ് ഉപയോഗിക്കുന്നത്. കമാൻഡ് എക്സ്പ്ലോഡ് ഓർ എക്സ്. So in our today's section we have discussed an overall idea about software AutoCAD and various commands, drawing commands and modifying commands. Okay, thank you.